ഇന്ന് ഗുരുപൂർണിമ ദിനമാണ്. സാധാരണ അത്ര ദിനങ്ങളൊന്നും നമ്മൾ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. നമുക്കറിയാം, ലോകത്ത് ഇപ്പോൾ ആധുനിക കാലത്ത് പല ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്, ആചരിക്കാറുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരു ശ്രദ്ധ കിട്ടേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ വനദിനമൊക്കെ നമ്മൾ ആഘോഷിക്കും. വനദിനം, പരിസ്ഥിതി ദിനം, ആരോഗ്യ ദിനം, മാനസികാരോഗ്യ ദിനം, അമ്മയ്ക്ക് എന്താ പറയുക, മാതൃദിനം, പിതൃദിനം, അങ്ങനെ ഒരുപാട് ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അപ്പൊ ആ ദിനങ്ങൾ ആഘോഷിക്കുമ്പോൾ അതിലുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള ദിനങ്ങളിലൊന്നും ഈ ഒരു കാര്യം വേണ്ടേ, ഒരു ദിനം മതിയോ എന്നുള്ള ചോദിക്കും. പക്ഷേ നമ്മുടെ ശ്രദ്ധ, ഫോക്കസ് ആ വിഷയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ദിനങ്ങൾ നമ്മൾ ആചരിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഗുരുപൂർണിമ ദിനത്തിൽ നമ്മൾ അതേപ്പറ്റി ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും അനുയോജ്യമായിരിക്കുന്നതും നമുക്ക് ഉപകാരപ്രദമായിരിക്കുന്നു. അതിൽ ഗുരുപൂർണിമ ദിനം വ്യാസ ദിനമായി, വ്യാസ പൗർണമി എന്നും പറയുന്നുണ്ട്. അതായത് വ്യാസൻ എന്ന് പറയുന്ന 18 പുരാണങ്ങളും ഒക്കെ എഴുതിയ, മഹാഭാരതം ഒക്കെ എഴുതിയ വ്യാസൻ, അത് ഒരാളല്ല പല ആളാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേപ്പറ്റി നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പോൾ വ്യാസ പൗർണമിയാണ് നമ്മൾ ഗുരു പൂർണിമയായിട്ട് ആഘോഷിക്കുന്നത്. നമ്മൾ സാധാരണ പൗർണമി ദിനം ആചരിക്കാറുണ്ട്. പൗർണമി, അതിൽ വ്യാസ പൂർണിമ എന്നുള്ള വാക്കില് വ്യാസം, അത് വ്യസിച്ചവൻ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലുണ്ടെങ്കിൽ പോലും വ്യാസം എന്നുള്ള വാക്ക് നമ്മൾ നോക്കും, അവിടെ പൗർണമി എന്ന വാക്കുമായിട്ട് യോജിക്കുന്ന ഒന്നാണ്. അതായത് വ്യാസം എന്ന് പറഞ്ഞൊരു വൃത്തത്തിന്റെ പൂർണ്ണതയാണ്, ആരമല്ല. വൃത്തത്തിന്റെ പകുതിയാണ് ആരം എന്ന് പറയുന്നത്. പൂർണ്ണമാണ് വ്യാസം, പൂർണ്ണമായിട്ടുള്ളത്. അപ്പൊ പൂർണ്ണതയിലേക്ക് പ്രയാണം ആരംഭിച്ചവൻ, പൂർണ്ണതയെ അറിഞ്ഞ ആളാണ് ഗുരു എന്ന് പറയുന്നത്. പൂർണ്ണതയെ അറിഞ്ഞ ആള് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ ബോധോദയത്തെ പറ്റിയൊക്കെ മുമ്പ് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഉപബോധ മനസ്സും ബോധ മനസ്സും പകുതിയും പകുതിയോ മുക്കാലും കാലും ഒക്കെ ആയി നിൽക്കുമ്പോൾ പൂർണ്ണബോധം നമ്മുടെ ഉപബോധ മനസ്സിന്റെ ആഴത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരാൾ ബോധോദയം പ്രാപിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ബോധാബോധങ്ങളില്ലാത്ത ആളുകൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗുരു എന്ന് പറഞ്ഞാൽ പൂർണ്ണതയെ അറിഞ്ഞ ആളാണ്. പൂർണ്ണതയെ അറിഞ്ഞ ആളാണെങ്കിലും പൂർണ്ണതയിൽ വിലയിക്കാതെ ഭാഗികമായി നിൽക്കുന്ന ആളാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പൂർണ്ണതയിൽ വിലയിച്ച ആളെ ഭാഗികമായി നിൽക്കുന്ന നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ഭാഗികതയിൽ നിൽക്കുന്നു. നമുക്ക് ബോധം എന്ന് പറയുന്നത് ഭാഗികമാണ്. ഭാഗിക ഗ്രഹണം എന്നൊക്കെ പറയുന്ന മാതിരി നമ്മൾ ഗ്രഹണം ബാധിച്ചവരാണ്. കുറെ ഇരുട്ടും കുറെ വെളിച്ചവും ഒക്കെ ആയിട്ട്. ഇപ്പൊ ഗുരുവിന്റെ മറ്റൊരു അർത്ഥമായിട്ട് പണ്ട് പറയാറ് ഗുരു എന്നുള്ളൊരു വാക്ക് പറയൂ. ഗു ഇരുട്ട്, അതിന് വെളിച്ചം കൊടുക്കുന്നയാള് എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. അപ്പൊ ഭാഗികമായിട്ട് ഗ്രഹണം ബാധിച്ച നമ്മളില് പൂർണ്ണമായിട്ടുള്ള വെളിച്ചം തരാൻ പര്യാപ്തമായി, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണ വെളിച്ചം സ്വീകരിക്കാൻ പര്യാപ്തമായിട്ടുള്ള ആളുകളാണ് ഗുരുക്കന്മാർ എന്ന് പറയുന്നത്. ഒരു പൂർണ്ണത അറിഞ്ഞവരാണെങ്കിലും അവർ ഭാഗികതയിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഓഷോ പറഞ്ഞത്, ഗുരു എന്ന് പറഞ്ഞാൽ പകുതി ദൈവവും പകുതി മനുഷ്യനുമാണ്. പകുതി മനുഷ്യനായിരിക്കുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള ആൾക്ക് അവരെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഗുരു, ആചാര്യൻ, അധ്യാപകൻ, ടീച്ചർ, അങ്ങനെ അവധൂതൻ, സ്പിരിച്വൽ ഗൈഡ്സ്, അങ്ങനെ പലതരത്തിൽ കാറ്റഗറീസ് ആളുകളെ പറയാറുണ്ട്. അപ്പൊ അതില് അധ്യാപകൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതാണ്. സബ്ജക്റ്റ് എന്ന ഒരു ഓബ്ജക്റ്റീവ് സയൻസ്, വസ്തുതകൾ, അറിഞ്ഞ കാര്യങ്ങൾ,
പഠിപ്പിക്കുന്ന ഒരാളാണ്, നോളജ് ഷെയർ ചെയ്യുന്ന ആളാണ്. എന്നാൽ ഒരു ആചാര്യനാവട്ടെ, അത് ആചരിച്ച കാര്യം, സ്വയം ആചരിച്ച് സ്വയം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം മറ്റുള്ളവർക്ക് അവിടെ പ്രോസസ്സാണ്. നമ്മൾ പറഞ്ഞു ഉപബോധ മനസ്സിന്റെ ടീച്ചർ അല്ലെങ്കിൽ അധ്യാപകൻ ബോധ മനസ്സിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ തലത്തിൽ മാത്രം നിൽക്കുമ്പോൾ ഒരു ആചാര്യൻ ഉപബോധ മനസ്സിനെയും കൂടി, മീൻസ് ആചരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിലുള്ള കെട്ടുപാടുകൾ അഴിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പാസ്റ്റിൽ പലയിടത്തും കെട്ടുപാടുകളുണ്ട്, പല ബ്ലോക്കേജുകളുണ്ട്. ആ ബ്ലോക്കേജുകൾ നമ്മളിൽ നിന്ന് അലിഞ്ഞു പോകണമെങ്കിൽ ആചരണങ്ങൾ, നമ്മുടെ ബ്ലോക്കേജുകൾ അലിയിക്കാൻ പറ്റിയിട്ടുള്ള ആചരണങ്ങൾ ആരാണോ ആചരിക്കുന്ന ആള് അത് ഷെയർ ചെയ്യുന്ന ആളുകളാണ്. അവരാചരിക്കുന്നുണ്ട്. എന്നാൽ ഗുരു എന്ന് പറഞ്ഞാൽ പുതിയ ആചാരങ്ങളെ വേണമെങ്കിൽ സൃഷ്ടിക്കാൻ പര്യാപ്തമായാണ്. പുതിയ ആചാരങ്ങളെ, എന്തിനാണ് ആചാരം സൃഷ്ടിക്കുന്നത്? ആചാരങ്ങളെ നവീകരിക്കുന്ന ആളുകളാണ്. ഓൾറെഡി നിലനിന്ന ആചാരങ്ങൾ മെക്കാനിക്കൽ ആവുമ്പോൾ, അതിന് അർത്ഥം നഷ്ടപ്പെടുമ്പോൾ ആ ആചാരങ്ങളെ നിരാകരിക്കുകയും പുതിയ ആചാരങ്ങൾ, അത് നമ്മളിലുള്ള ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുതിയ ആചരണങ്ങളെ, പ്രോസസ്സുകളെ, ആ പ്രോസസ്സുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മെക്കാനിക്കൽ പ്രോസസ് അല്ല. ആ പ്രോസസ്സിനെല്ലാം കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട്. ആ ആചരണങ്ങൾ അവര് ഡിസൈൻ ചെയ്യുമ്പോൾ അവർക്കൊരു പർപ്പസ് ഉണ്ട്. രണ്ട് തരത്തിലാണ് അവർക്ക് അതൊരു പാത്താണ്. ആചരണം എന്ന് പറഞ്ഞൊരു പാത്താണ്, ഒരു വഴിയാണ്. ആ പാത്തിൽ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. അപ്പോൾ ആരാണോ ആചരിക്കുന്നത് അവരെവിടെ നിൽക്കുന്നു, അവരെവിടേക്കാണ് എത്തേണ്ടത് എന്ന് ബോധമുള്ള ഒരാൾ അവർക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന പ്രോസസ്സുകൾ, ഇത്തരം പ്രോസസ്സുകൾ നൽകാൻ പര്യാപ്തമായ ആളുകൾ. അധ്യാപകർ ചിലപ്പോൾ ഒരാൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും. ആചാര്യനാവട്ടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആചരണത്തിലൂടെയോ ആചാരങ്ങൾ നൽകുകയോ മറുപടി പറയും. അവർക്ക് പ്രോസസ്സുകൾ നൽകും. എന്നാൽ ഗുരു പലപ്പോഴും ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ ചോദ്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ആളാണ്. അത് ചിലപ്പോൾ മറ്റൊരു ചോദ്യത്തിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഒരു ആക്ഷനിലൂടെ ആയിരിക്കും, ഒരു പ്രവൃത്തിയിലൂടെ ആയിരിക്കും, ചിലപ്പോൾ മൗനത്തിലൂടെ ആയിരിക്കും. ഇപ്പോൾ ഒരാൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങളെ തന്നെ നിലനിൽപ്പില്ലാത്തതാക്കി മാറ്റുന്നു. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് പിന്നെ നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥ എത്തിക്കുന്ന ഒരു ഫിനോമിനയാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരുക്കന്മാരുടെ ഒരു പ്രത്യേകത, അധ്യാപകർ ഒബ്ജക്റ്റീവ് സയൻസ് കൈകാര്യം ചെയ്യുമ്പോൾ ഏത് ചോദ്യം ചോദിച്ചാലും ഒരേ ഉത്തരമായിരിക്കും, ചോദ്യങ്ങൾക്കാണ് ഉത്തരം. എന്നാൽ ഗുരുക്കന്മാർ ചോദ്യങ്ങൾക്കല്ല ഉത്തരം നൽകുന്നത്, പകരം ചോദ്യകർത്താവിനാണ്. ഒരേ ചോദ്യം തന്നെ ചിലപ്പോൾ 4 പേർ ചോദിച്ചാൽ 4 ഉത്തരമായിരിക്കും. കാരണം ചോദ്യങ്ങൾ എവിടെ നിന്ന് പുറപ്പെടുന്നു, ചോദ്യമല്ല, ചോദ്യങ്ങൾ പുറപ്പെടുന്ന മനസ്സുകൾക്കാണ് മറുപടി കൊടുക്കുന്നത്. അപ്പോ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അപ്പുറത്തെ കണ്ടവരാണ്, മറുഭാഗത്ത് നമ്മൾ കാണാത്ത ഒരു ഭാഗത്തെ കണ്ടവരാണ്. കടലിന് മറ്റൊരു വശമുണ്ട്, കടലിന്റെ അക്കരെ കണ്ട ആളുകളാണ്. അവർ ഇക്കരെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, ഔട്ട് ഓഫ് കമ്പാഷൻ. അവർക്ക് വേണമെങ്കിൽ അക്കരയ്ക്ക് പോവാം. ബുദ്ധൻ ബോധോദയം നേടിയിട്ടും കുറെ വർഷത്തോളം ഇവിടെ നിന്ന് ആളുകളെ പരമാവധി അക്കരയ്ക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ചില ഗുരുക്കന്മാർ പറയാറുണ്ട്, എൻ്റെ കപ്പൽ പുറപ്പെട്ടു കഴിഞ്ഞു, ഞാൻ ഇവിടെ തീരത്ത് നിൽക്കുന്നത് ഔട്ട് ഓഫ് കമ്പാഷൻ. ഇവിടെ അവർക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആവശ്യത്തിന് വേണ്ടിയല്ല ഗുരുക്കന്മാർ ഇവിടെ നിൽക്കുന്നത്, അവര് മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ഔട്ട് ഓഫ് കമ്പാഷൻ ആണ്. ചില ഗുരുക്കന്മാർ ജനിച്ച്
വരുമ്പോൾ ഗുരുക്കന്മാരായിരിക്കില്ല. എന്നാൽ കുറെ കഴിയുമ്പോൾ അനുഭവങ്ങളിലൂടെ അവർ ഗുരുക്കന്മാരായിട്ട് മാറും. എന്നാൽ ചില ആളുകൾ ജനിക്കുമ്പോൾ തന്നെ ഗുരുക്കന്മാരായിരിക്കും. അവർ മറ്റൊന്നിനും വ്യാപൃതരാവില്ല. അവർക്കറിയാം അവരെന്തിനാണ് വന്നത്. അങ്ങനെയുള്ള ഗുരുക്കന്മാർ, അവരെ അവതാരങ്ങൾ എന്നുകൂടി പറയും. അവർ ജന്മനാ വരുമ്പോൾ തന്നെ അവർക്കറിയാം എന്നാൽ ചില ഗുരുക്കന്മാർ ജീവിത സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും ഗുരുക്കന്മാരായിട്ട് മാറുന്ന ആളുകളാണ്. ഇപ്പൊ പൂർണ്ണബോധത്തെ അറിഞ്ഞ ആളാണ്, നമ്മൾ കാണാത്ത അപ്പുറത്തിനെ അറിഞ്ഞ ആളാണ്. സർവോപരി ഗുരുത്വം ഉള്ളവരാണ്. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, ബാലൻസ്ഡ് ആണെന്നുള്ളതാണ്. ഇംബാലൻസ്ഡ് അല്ല, ബാലൻസ്ഡ് ആണ് അവർ. അവർ കേന്ദ്രത്തിൽ നിൽക്കുന്നവരാണ്. കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ അത് ആടിപ്പോവില്ല. കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് അവയർനെസ് ആണ്, സാക്ഷിഭാവമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന് മാറ്റമില്ലാത്തത് നമ്മൾ കർമാത്മയുടെ ക്ലാസ്സിലൊക്കെ ഇന്നലെ പറയുന്നുണ്ട് അല്ലെ. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് മാറാത്ത അധിഷ്ഠാനം, അവിടെ നിൽക്കുന്നവരാണ്. മാറാത്ത അധിഷ്ഠാനത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ കാണുന്നവരാണ്. അതുകൊണ്ടാണ് ഗുരുത്വം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഗുരുക്കന്മാരെടുത്ത് പോകുമ്പോൾ നമുക്കും ഗുരുത്വം ഉണ്ടാകുന്നത്. നമ്മളും ബാലൻസ്ഡ് ആവും. അവരുടെ എനർജി ഫീൽഡിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളും ബാലൻസ്ഡ് ആവും. അവരുടെ എനർജി ഫീൽഡ് ഇല്ലാതെ തന്നെ നമ്മളും ബാലൻസ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക, അല്ലെങ്കിൽ നമ്മൾ എത്തിക്കുക എന്നതാണ് അവരുടെ ദൗത്യം എന്ന് പറയും. അപ്പം അപൂർണമായ മനസ്സുകളിലേക്ക് പൂർണ്ണതയെ കൊണ്ടുവരുന്നു. വെളിച്ചമില്ലാത്ത മനസ്സുകളിലേക്ക് വെളിച്ചം എത്തുന്നു. ഭാഗികതയെ പൂർണ്ണമാക്കുന്നു. ലഘു ബാലൻസ്ഡ് അല്ലാത്ത അവസ്ഥയെ ബാലൻസ് ആക്കുന്ന, നമ്മുടെ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുന്ന സാന്നിധ്യമാണ്, എനർജിയുടെ സാന്നിധ്യമാണ് ഒരു ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും നമുക്ക് നല്ലതാണ്. കാരണം നമ്മളിൽ എല്ലാവരിലും ഒരു ഗുരു ഉണ്ട്. അതിനെപ്പറ്റി പറയുന്നത് ആത്മഗുരു എന്ന് പറയും. എല്ലാവരുടെ ഉള്ളിലും ആത്മഗുരു ഉണ്ട്, അന്തർഗുരു എന്നും പറയും. അപ്പോ ഒരു ബാഹ്യഗുരു നമുക്ക് ആവശ്യമായി വരുന്നത് നമ്മളിലുള്ള അന്തർഗുരുവിനെ ഉണർത്താൻ വേണ്ടിയാണ്. അതായത് എല്ലാ കാലത്തും ഗുരുക്കന്മാരെ കൈപിടിച്ച് നടക്കാൻ ഒരു യഥാർത്ഥ ഗുരു ആഗ്രഹിക്കില്ല, അനുവദിക്കില്ല. അവർ ചെയ്യാം അവരുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആന്തരിക ഗുരുവിനെ ഉണർത്തുക എന്ന പ്രോസസ്സാണ് ഒരു ഗുരുവിന്റെ ദൗത്യം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഗുരുത്വത്തെ. കാരണം എല്ലാവരും കേന്ദ്രമാണ്. നമ്മൾ ഇന്നലെ കർമാത്മയുടെ ക്ലാസ്സിലൊക്കെ അത് വിശദമായിട്ട് പഠിച്ചു അല്ലെ. എന്താ പഠിച്ചത്? നമുക്കെല്ലാവർക്കും കേന്ദ്രമുണ്ട്, നമുക്കെല്ലാവർക്കും സാക്ഷിഭാവമുണ്ട്. അതും പ്രപഞ്ചത്തിന്റെ കേന്ദ്രവും ഒന്നാണ്. അത് നമ്മൾ തിരിച്ചറിയാതിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇംബാലൻസ് ഉണ്ടാവുന്നത്. നമ്മുടെ ഇമോഷണൽ ലെവലിലാകുന്നതൊക്കെ ആ കേന്ദ്രത്തെ അറിയാൻ തോന്നും. അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ, ധ്യാനം പരിശീലിക്കുമ്പോൾ, ധ്യാനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കേന്ദ്രത്തിലേക്ക് എത്തും. നമ്മുടെ കേന്ദ്രത്തിലേക്ക് പരമാവധി നമ്മളെ കൊണ്ടുപോകാനുള്ള പ്രോസസ്സാണ് മെഡിറ്റേഷൻ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മളിലുള്ള അന്തർഗുരുത്വത്തെ, ഒരു എനർജി, നമ്മളുടെ അന്തർഗുരുത്വത്തെ, നമ്മളുടെ കേന്ദ്രത്തെ ഉണർത്താനുള്ള. കേന്ദ്രം ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കും. നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കും. എന്തുമായിട്ട് ബാലൻസ്ഡ് ആയിരിക്കും? നമ്മൾ പ്രപഞ്ചവുമായിട്ട് ബാലൻസ്ഡ് ആയിരിക്കും. പ്രപഞ്ചവുമായിട്ട് നമ്മൾ ബാലൻസ് ആയിരിക്കുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് സമാധി. നമ്മുടെ ധിയും പ്രപഞ്ചത്തിന്റെ ധിയും ഒന്നായിരിക്കുക. ഒന്നാണെന്ന് തിരിച്ചറിയാം. അവിടേക്ക് എത്താനുള്ള വഴിയാണ് ഗായത്രി മന്ത്രം. ഓം ഭൂർഭുവസ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എന്താണ്? പ്രപഞ്ചത്തെ മുഴുവൻ ജ്യോതിപ്പിക്കുന്ന, 3 ലോകങ്ങളെയും ജ്യോതിപ്പിക്കുന്ന മഹാശക്തിയോട് എൻ്റെ ധിയെയും കൂടി ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ഗായത്രി മന്ത്രം ഒരു
പ്രാർത്ഥനയാണ്, ഒരു സ്തോത്രമാണ്, ഒരു മന്ത്രമാണ്. മൂന്നും ചേരുന്ന ഒരേ ഒരു മന്ത്രമാണ്. സ്തോത്രമായിരിക്കുക, അതേ സമയത്ത് അതൊരു മന്ത്രമായിരിക്കുക, അതേ സമയത്ത് അതൊരു പ്രാർത്ഥനയായിരിക്കുക. അപ്പോൾ ഗായത്രി മന്ത്രം നമ്മൾ ഇന്നലെ പറഞ്ഞു, പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, പ്രപഞ്ചത്തിന്റെ കോസ്മിക് ഇന്റലിജൻസ്, ചിത്ത്, പ്രപഞ്ചത്തിന്റെ ചിത്ത്, നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ചിത്ത്, അത് ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന പ്രോസസ്. അപ്പൊ അങ്ങനെ അത് നമ്മളെ തിരിച്ചറിയിക്കാൻ പ്രാപ്തമാക്കുന്ന സാന്നിധ്യമാണ് ഒരു ഗുരു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മഹാഗുരുക്കന്മാരുടെ സാന്നിധ്യത്താൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതം. ഗുരുക്കന്മാരെ തേടിയാണ് മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഒരു മഹാത്മാവ് പറഞ്ഞത്, കുറച്ചു കഴിഞ്ഞ ലോകത്തിന്റെ എഞ്ചിൻ ഇന്ത്യയായിരിക്കും, ലോകത്തെ നയിക്കുക ഇന്ത്യയായിരിക്കും. ലോകത്തെ നയിക്കുക എന്ന് പറയുമ്പോൾ കേന്ദ്രം അതുകൊണ്ടാണ് ഭാരതം എന്ന് പറയുന്നത്. ഭ എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൽ രമിക്കുന്ന, ആനന്ദം കണ്ടെത്തുന്ന, വെളിച്ചത്തിൽ ആനന്ദങ്ങൾ. വെളിച്ചം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ വെളിച്ചമല്ല, നമ്മുടെ അന്തർവെളിച്ചം. നമ്മുടെ അന്തർവെളിച്ചത്തിൽ അഭിരമിക്കുന്ന നാട് എന്നാണ്. അവിടെ ഭാരതത്തിൽ എല്ലാവരുടെയും ലക്ഷ്യം അന്തർവെളിച്ചത്തെ അറിയുക എന്നാണ്. വെളിച്ചത്തെ അറിയുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യമായിട്ട് കാണുന്നത് ഭാരതീയർ. അതുകൊണ്ടാണ് ലോകത്തിന്, നമുക്കറിയാം, നമ്മൾ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പലരും ഭാരതീയരാണെന്ന് പറയുമ്പോൾ വലിയ ബഹുമാനമാണ്. അവിടെ ഭാരതത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ബഹുമാനമാണ് മിക്ക രാജ്യങ്ങൾ. ചില രാജ്യങ്ങൾ ഉണ്ടാവാം ഇതിനെപ്പറ്റി അറിയാത്ത മറ്റു പല രാജ്യങ്ങൾ. കാരണം അത് ഇതാണ്, അവർക്ക് ഭാരതം എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറഞ്ഞാല് വെളിച്ചത്തിലേക്ക്. അതുപോലെ തന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ, ലോകം മുഴുവൻ, തൻ്റെ കുടുംബമോ തൻ്റെ രാജ്യമോ അല്ല, ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ, സ്വസ്ഥമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനകൾ അലയടിച്ച ഒരു നാട്. ആ നാട്ടിൽ നിന്നാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാകാൻ പ്രാപ്തിയുള്ള ഗുരുക്കന്മാര്. അപ്പൊ അത്തരം ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് കാലാതീതരാണ്. അവർ ഏത് കാലത്തിരുന്ന് ജീവിച്ച ഗുരുക്കന്മാരും എല്ലാ കാലത്തും ഉണ്ടാവും. കാരണം കാലാതീതരാണ്. അവരുടെ സാന്നിധ്യം എത്ര കൊല്ലം മുമ്പ് ഉണ്ടായ ഗുരുക്കന്മാരായാലും അത് പൂർണ്ണബോധത്തിലേക്ക് എത്തിയ ആളുടെ സാന്നിധ്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് അനുഭവിക്കാൻ പറ്റും, ഗുരുക്കന്മാരുടെ സാന്നിധ്യം. അപ്പോൾ അതിൻ്റെ ഒരു ഓറ, ഒരു വൈബ്രേഷൻ നമുക്ക് നമ്മുടെ ഭാരതത്തിലുണ്ട്. ഭാരതത്തെ നമ്മൾ മറ്റൊരു തരത്തിൽ പറയുന്നല്ല. അതേപോലെ കുറെ രാജ്യങ്ങളുണ്ട്. കുറെ രാജ്യങ്ങൾ ആത്മീയതയുടെ എന്താ പറയാ ഉറവിടമായിട്ടുണ്ട്. ടിബറ്റ് ഉണ്ട്. ടിബറ്റൊക്കെ പണ്ട് ഇതിന്റെ ഭാഗമായിരുന്നു. എന്നാൽ പോലും അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് ഓരോരോ കാലഘട്ടത്തിൽ അങ്ങനെയാണ് അതിന്റെ വിധി എന്നതാണ് അതിന്റെ കാര്യം. അതുകൊണ്ട് മറ്റു പ്രത്യേകതകളൊന്നും അല്ല, അത് അങ്ങനെയാണത്. അപ്പം അവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മൾക്ക് ഗുരുത്വത്തെ പറ്റിയിട്ടും ഗുരുക്കന്മാരെ പറ്റിയിട്ടും, ഒരുപാട് ഗുരുക്കന്മാർ, ലോകത്തിന് വെളിച്ചം കൊടുത്ത ഒരുപാട് ഗുരുക്കന്മാരുടെ നാടാണ് ഭാരതം എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു ഗുരു പൂർണിമ ദിനത്തിൽ നമുക്ക് ഒരു പ്രയർ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം.